സ്ഥിരമായി ആത്മനിഷ്ഠനായിരിക്കുക എന്ന് പറയണ്ട. ആത്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ തന്നെ സ്ഥിരതയുള്ളവരാണ്. നിതരാം തിഷ്ഠതി, നല്ലപോലെ ഉറച്ചിരിക്കുന്നവരാണ്. അവസ്ഥയാണ് നിഷ്ഠ. തന്നിൽ ഉറച്ചിരിക്കുക. തന്നിൽ ഉറച്ചിരിക്കാൻ എന്താ വേണ്ടത്? സ്വർഗത്ത് പോകാൻ എന്താ വേണ്ടത്? അവിടത്തേക്കുള്ള വണ്ടി കിട്ടും. വണ്ടി നമുക്കറിയില്ല. ഇവിടെ കോഴിക്കോട് പോകണമെങ്കിൽ കോഴിക്കോടുള്ള വഴിയിൽ കൂടെ സഞ്ചരിക്കണം. ഇവിടെ ഇരിക്കാനോ ഒന്നും അടങ്ങിയിരിക്കുന്ന. അപ്പൊ അടങ്ങിയിരിക്കുന്നത് എന്താ തടസ്സമായിട്ടുള്ളത്? ആ തടസ്സങ്ങളെ ഇല്ലാതെ അത് ചെയ്യുന്നു. സാധനങ്ങളൊക്കെ അതാണ്. അന്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളിലേക്കുള്ള കുട്ടികൾക്ക് എപ്പോൾ ഇല്ലാതാകുന്നുവോ അതൊക്കെ അതാണ് അല്പനേരത്തെ നമ്മൾ ഗീതാവിചാരം ചെയ്തപ്പോൾ നിസ്പൃഹ സർവകാമേഭ്യ, ബാഹ്യങ്ങളായിരിക്കുന്ന കാമങ്ങളിൽ നിന്ന് നിസ്പൃഹനായ യുക്ത വിഷയത്തെ ആത്മയുക്തമാണ്. അതുകൊണ്ട് അന്യമായ കാര്യലാഭങ്ങൾ എന്ത് തരാനും നമുക്ക് പ്രത്യേകം പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ പ്രവൃത്തികൾ ഒഴിയുന്ന സ്വരൂപസ്ഥിതിയാണ് ആത്മനിഷ്ഠ. അപ്പൊ വളരെ എളുപ്പമല്ലേ? ആണോ? അല്ല. കാരണം അത്രക്കേറെ താതാത്മ്യങ്ങളുമായിട്ടാണ് നമ്മൾ കഴിയുന്നത്. ശരീരസംബന്ധിയായ താതാത്മ്യങ്ങൾ, പ്രാണനുമായി ബന്ധപ്പെട്ട താതാത്മ്യങ്ങൾ, മനസ്സുമായി ബന്ധപ്പെട്ട താതാത്മ്യങ്ങൾ, ബുദ്ധിയുമായി ബന്ധപ്പെട്ട താതാത്മ്യം. ഞാൻ വെളിഞ്ഞിട്ടാണ്, കഴിച്ചിട്ടാണ്, കറുത്തിട്ടാണ്, വെളുത്തിട്ടാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഗൃഹസ്ഥനാണ്, വാനപ്രസ്ഥനാണ്, സന്യാസിയാണ്, ഇതെല്ലാം സ്ഥൂല ശരീര താതാത്മ്യങ്ങളാണ്. ഞാൻ ഇന്ത്യക്കാരനാണ്, അമേരിക്കക്കാരൻ, ഞാൻ അറേബ്യക്കാരൻ, ഞാൻ ഹിന്ദുവാണ്, മുസൽമാനാണ്, ക്രിസ്ത്യാനി എണ്ണമറ്റ സ്ഥൂല ശരീര താതാത്മ്യം. ഇതുമായി ബന്ധപ്പെട്ടോ സ്ഥൂല ശരീര താതാത്മ്യം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട താതാത്മ്യങ്ങൾ അതാണ് നിരവധി. നമ്മൾ ഓരോരുത്തർ ഉണ്ടാക്കി വെച്ച ഒട്ടനവധി സ്ഥാനങ്ങൾ. ആ സ്ഥാനങ്ങളിൽ നമ്മൾ നിവസിക്കുകയാണ്. എന്തൊക്കെയാണ്? ദിവസം തോറും വർദ്ധിപ്പിച്ച് ഓരോന്നിനും ഒരുക്കുകയാണ്. ഓരോ ഇനി ഇതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രാണദാത, ഞാൻ ദുർബലനാണ് അഥവാ ഞാൻ ശക്തിശാലിയാണ്. അല്ലെങ്കിൽ ഇന്ദ്രിയദാത, നീ നല്ല ഗൗരവമാണ്, അല്ലെങ്കിൽ ഗൗരവില്ലാത്തവനാണ്, ഞാൻ അന്ധനാണ്, നല്ല കാഴ്ചശക്തിയുള്ളവർ. അങ്ങനെ ഉപാധിധർമ്മങ്ങളെ അവയോടുള്ളതാണ്. ഞാൻ നല്ല ചിന്തിക്കാൻ കഴിവുള്ളവനാണ്, ചിന്തകനാണ്, മനസ്സിനോടുള്ള ഞാൻ വലിയ പണ്ഡിതനാണ്, ബുദ്ധിശാലിയാണ്, ബുദ്ധിയോടുള്ളതാണ്. ഇങ്ങനെ എത്ര താതാത്മ്യങ്ങളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് ഓരോന്നിനോടും ഇത്രമാത്രം നമ്മള് ബദ്ധരായിരിക്കുകയാണ്. ഇതിൽ നിന്ന് അല്പം ഭിന്നമായിട്ട് എന്തെങ്കിലും ഒരു സൂചനകൾ പറഞ്ഞാൽ തന്നെ നമുക്ക് പുറമെ കാണിച്ചിട്ട് ഉള്ളുകൊണ്ട് വിരോധം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും.
എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ സ്ഥൂല ശരീര അഭിമാനത്തിന് ഭിന്നമായ എന്തെങ്കിലും പേരൊരാൾ വിളിച്ചാൽ വലിയ ദേഷ്യം. വേറൊരു ഉറക്കത്തിലും ഉണർവിലും എനിക്കറിയാം ഞാൻ പട്ടിയല്ല എന്ന് എനിക്കറിയാം, ഞാൻ മനുഷ്യനാണ്. എന്തുകൊണ്ട് മനുഷ്യനാണ്? മനുഷ്യദേഹത്തോടാണ് ഞാൻ താതാത്മ്യപ്പെട്ടിരിക്കുന്നത്. എന്റെ മുഖത്ത് നോക്കി ഒരാൾ പട്ടിയെന്ന് വിളിച്ചാൽ വളരെ ദേഷ്യം. അയാൾ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളതാണ്. അയാളെ വിളിച്ച് ഞാനെന്ത് ദേഷ്യപ്പെടുന്നത്? ഞാൻ അല്ലാത്തൊരു പേരെ വിളിച്ചാൽ ഞാൻ എന്ത് ദേഷ്യപ്പെടുന്നു? അപ്പൊ ഞാൻ എന്തുമായിട്ടാണ് താതാത്മ്യപ്പെട്ടിരിക്കുന്നത്? മറിച്ച് എന്നെ കണ്ടപ്പോൾ ഞാൻ പട്ടിയാണെന്ന് തോന്നുന്നു അയാൾക്ക്. അയാളുടെ നേത്രദോഷമാണ്. അയാൾ എനിക്ക് സ്നേഹപൂർവ്വം ഞാൻ ചികിത്സയ്ക്ക് കൊണ്ടുപോകണം. പണ്ട് ഡോക്ടർ അത്രയൊരു സ്നേഹം ഞാൻ ഓരോ സ്റ്റേജിൽ പോകുമ്പോൾ ഓരോരുത്തർ സ്വാഗതം പറയുമ്പോൾ ഒരിപ്പും തമ്മിലും വെച്ച് ഓരോന്നും ഇല്ലാത്തതും ഉള്ളതും കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഉള്ളോട്ട് എനിക്കൊരു സന്തോഷമാണ്. പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദ കേൾക്കുമ്പോ ഒരു സുഖം. വേദ പണ്ഡിതനാണ്, വേദത്തിന്റെ പാരം കണ്ടാണ്. ഞാൻ പാരം പോയി ഓരം കണ്ടിട്ട് ചില സൂക്തങ്ങൾ പഠിച്ചിട്ടുള്ള സത്യമാണ്. വേദത്തിലെ ഏതാനും ചില സൂക്തങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് കവിഞ്ഞ് വേദസംഹിത ഞാൻ മുഴുവൻ പഠിച്ചിട്ടില്ല. എന്തിനാ കള്ളം പറയുന്നത്? പക്ഷെ ഞാനത് എഴുതിയിരിക്കും. ഇതന്നെ താതാത്മ്യമാണ്. ഈ താതാത്മ്യങ്ങൾ ഒഴിഞ്ഞാൽ ഞാനായി. താതാത്മ്യങ്ങളുള്ള കാലത്തോളം ഞാൻ മറ്റു പലതും പറഞ്ഞു. അപ്പൊ ആത്മനിഷ്ഠമാണ് എന്താ ചെയ്യുന്നത്? ഇത് ചെയ്തു വെച്ചതാ കുഴപ്പം. അതൊക്കെ ഒന്ന് അഴിക്കണം. അഴിക്കാൻ പണിയുണ്ട്. അത്രയ്ക്കധികം ചേർത്ത് വിളക്കി വെച്ചിരിക്കുക. സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് ഉണർന്നു. ജാഗ്രതയിലേക്ക് ഉണർന്ന സന്ദർഭത്തിൽ സ്വപ്നം തീർത്തും മിഥ്യയായിരുന്നു. സ്വപ്ന ദർശനം മിഥ്യയായിരുന്നു ആശിച്ചു. ശരിയാണ്. ഇതുപോലെ ഈ പ്രപഞ്ച മിഥ്യാത്വം ബോധിച്ച് ഉണർന്ന ഒരു മനുഷ്യൻ ആ ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് പിന്നെ എന്ത് കർത്തവ്യമാണല്ലോ? പിന്നെ എന്ത് ചെയ്യണം? അയാളൊന്നും ചെയ്യണം. അയാളൊന്നും ചെയ്യുന്നു. പക്ഷേ കാര്യം എന്നാ വിദ്യത്തെ അയാൾക്ക് കാര്യമില്ല. കാരണം അയാൾ എല്ലാ കർമ്മങ്ങളും ഒഴിഞ്ഞു പോയാലാണ്. നൈവ കശ്യ ഹൃദയനാർത്ഥോ അഹൃദയന ഇഹ കഷ്ട. അത് ചെയ്തതിനെ കൊണ്ടൊന്നും അയാൾക്ക് നേടാനില്ല, ചെയ്യാത്തതിനെ കൊണ്ടുമില്ല. അയാൾ ഒരർത്ഥവ്യ ഭാഷ എടുക്കും. അതുകൊണ്ടാണ് അയാളാണ്. അത് ചെയ്യേണ്ടതുമില്ല, ചെയ്യരുതാത്തതുമില്ല, വിധി നിഷേധങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി അങ്ങനെ ആവണം. വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഏറ്റവും വലിയ സാധനാ മാർഗത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആകണം എന്ന് മനസ്സാണ്. പ്രത്യേകിച്ചും കുറച്ച് ശാസ്ത്രജ്ഞാനം നമുക്കുണ്ടെങ്കിൽ സ്വയം വഞ്ചിക്കാനും മറ്റുള്ളവരെ വഞ്ചിക്കാനും ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ ആത്മനിഷ്ഠനായി എന്ന് മനസ്സ് നമ്മെ തന്നെ വഞ്ചിപ്പിക്കും. അതിനെപ്പറ്റി പറയുന്നില്ല. ശരിയായ ആത്മനിഷ്ഠനായ മഹാപുരുഷൻ തന്റെ സ്വരൂപബോധത്തിൽ ഉറച്ചു
സ്വാഭാവികമായി അയാൾക്ക് കർത്തവ്യങ്ങൾ ഒഴിഞ്ഞിരിക്കും. ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ഇല്ല. ആ ഒരു വ്യക്തിക്ക് ഇനി അയാളുടെ ജീവിതക്രമം എങ്ങനെയായിരിക്കും? ഈ വിഷയത്തെ കുറിച്ച് വളരെ വിശദമായി ആചാര്യന്മാർ ചർച്ച ചെയ്തു. രണ്ട് രീതികൾ അയാൾ അവലംബിക്കും അഥവാ അയാൾ അവലംബിക്കും. ഒന്ന്, ലോകമര്യാദകളെ അംഗീകരിച്ചു കഴിയും. രണ്ട്, ലോകമര്യാദകളെ അംഗീകരിക്കാതെ കഴിയും. രണ്ടും അയാൾക്ക് സാധിക്കും. രണ്ടും ഒരുപോലെയാണ്. നമുക്ക് നമ്മളെല്ലാവരും ബാല്യം കഴിഞ്ഞു വന്നവരാണ്. ബാല്യത്തിൽ അല്ലെങ്കിൽ കൗമാരത്തിൽ അല്ലെങ്കിൽ ശൈശവത്തിൽ നമ്മൾ പലതരം കളികളിലും വിനോദങ്ങളിലും ഏർപ്പെട്ടിരിക്കും. അന്ന് ആ കളിയും വിനോദവും ആ കളിപ്പോക്കും ഇല്ലാത്ത ലോകം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അന്ന് അത് നമ്മൾ പൂർണ്ണമായി താതാത്മ്യ ഭാവത്തോടു കൂടി കളിച്ചിരുന്നു. ഇന്ന് നമ്മൾ മുതിർന്നവരായി. നമ്മൾ ഇന്ന് ശൈശവത്തിലോ ബാല്യത്തിലോ ആകാം. എന്നാൽ നമുക്ക് ബാല്യത്തിലേക്ക് പോകാൻ കഴിയും, ശൈശവത്തിലേക്ക് പോകാൻ കഴിയും. ഒരു ശിശു നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ആ ശിശുവായി മാറി ആ കുട്ടിയോട് കളിക്കാം, ആ കുട്ടിയുടെ തലത്തിൽ വ്യവഹരിക്കാം. തീർത്തും അകൃത്രിമമായി ആ കുട്ടിയുടെ അതേ തലത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ആ കുട്ടിക്ക് നമുക്ക് കളിക്കാം. പക്ഷെ നമുക്കറിയാം നമ്മളത് അല്ല. അവിടെ കുട്ടിയായിട്ട് വാശി പിടിച്ച് കുട്ടിയെ പോലെ ഒക്കെ തന്നെ നമുക്ക് വരും. യോഗാതീതന് ലോകമര്യാദകളെ അംഗീകരിക്കാം. കാരണം അയാൾക്ക് ലോകമര്യാദകൾ അറിയാം. അന്ന് ലോകമര്യാദകൾ അംഗീകരിച്ചാൽ അയാൾക്ക് ബ്രഹ്മചാരിയായോ ഗൃഹസ്ഥനായോ വാനപ്രസ്ഥനായോ സന്യാസിയായോ ആശ്രമ വ്യവസ്ഥയിൽ ജീവിക്കാം. അയാൾ അത് നാലിനുപരിയായിരിക്കും. സ്വയം ആന്തരികമായി ആത്മനിഷ്ഠനായ മഹാപുരുഷൻ ഈ ആശ്രമത്തിനുപരിയാണ്. പക്ഷേ ലോകമര്യാദയെ അംഗീകരിച്ചത് കൊണ്ട് ഏതെങ്കിലും ഒരു ആശ്രമത്തിലാണ് ആ ആശ്രമത്തിൽ എല്ലാ മര്യാദകളെയും പാലിക്കാം. അതൊന്നും അല്ല ജീവിക്കാൻ. ഇതാണ് ഒരു വഴി. രണ്ടാമത്തെ വഴി ലോകമര്യാദയെ അംഗീകരിക്കാതിരിക്കുക. ലോകമര്യാദയെ അംഗീകരിക്കാതിരുന്നാൽ അത് അവധൂത സ്ഥിതിയാണ്. ലോകമര്യാദയെ അംഗീകരിക്കാത്ത ജ്ഞാനിയുടെ അവസ്ഥയാണ് അവധൂതാവസ്ഥ. അവിടെ ചോദ്യം വരും, അപ്പൊ അവധൂതന്മാരെല്ലാവരും ജ്ഞാനികളാണെന്നാണോ സ്വാമി പറയുന്നത്? അത് നമ്മൾ വേറെ ദിശയിൽ ചിന്തിക്കും. അവധൂതനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ രണ്ടു തരം അവധൂതന്മാരുണ്ട്. ഒന്ന്, ഉച്ചകോടിയിൽപ്പെട്ട വൈരാഗ്യം കൊണ്ട് അവധൂതരായി കഴിയുന്നവരുണ്ട്. അവർ ജ്ഞാനികളാണെന്ന് അർത്ഥമില്ല. രണ്ട്, ഉച്ചകോടിയിൽപ്പെട്ട ജ്ഞാനത്തിൽ സ്വാഭാവികമായി ലോകമര്യാദയെ അംഗീകരിക്കാത്ത നേരത്തെ പറഞ്ഞ അവധൂതങ്ങളുണ്ട്. അപ്പൊ അവധൂതനല്ല ജ്ഞാനിയെന്ന് അർത്ഥമില്ല. ജ്ഞാനികളെല്ലാം അവധൂതന്മാരാണെന്ന് അർത്ഥമില്ല. ഉച്ചകോടിയിൽപ്പെട്ട വൈരാഗ്യം കൊണ്ടും അവധൂത സ്ഥിതി വരാം. ആന്തരികാവസ്ഥ ലോകമര്യാദ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ജ്ഞാനികളുടെ ജ്ഞാനത്തിന് ഏറ്റമോ കുറച്ചുകളില്ല. ഏറ്റമോ കുറച്ചുകളില്ല. അവധൂതൻ രണ്ട് രീതി പറഞ്ഞു. രണ്ടുപേരുടെയും മാനസികാവസ്ഥ ഒന്നാണോ? അല്ല. ഒരാൾ സഹജമായ ജ്ഞാനത്തിൽ, സഹജാനന്ദത്തിൽ, സഹജബോധത്തിൽ കഴിയുന്ന അവധൂതനാണ്. മറ്റേയാള് ഉച്ചകോടിയിൽപ്പെട്ട വിരക്തിയെ കൊണ്ട് വേണ്ട എന്നുള്ളതിലേക്ക് ഒഴിവാക്കി.
രണ്ടും ഭിന്നമാണ്. ജ്ഞാനി ആനന്ദസ്ഥിതിയാണ്, മറ്റേയാള് ബന്ധഭയം കൊണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഉച്ചകോടിപ്പെട്ട വിരക്തിയിൽ വൈരാഗ്യം സഹജമാകുക. വൈരാഗ്യം സഹജമാവുക. ഭയമില്ല എന്ന് പറയാൻ പറ്റില്ല, ഭയമുണ്ട്. തീർച്ചയായിട്ടും വേദന, ഭയം തുടങ്ങിയ ദുർഗങ്ങളെ അയാൾ മാറ്റുകയാണ്. ഉച്ചകോടിപ്പെട്ട വിരക്തിയിലും അവധൂത സ്ഥിതി വരാം. ഇവിടെ പറഞ്ഞ വിഷയം മാറിപ്പോയത്. ചോദിച്ച വിഷയം ജ്ഞാനിയുടെ ലോകബാഹ്യനായിട്ടുള്ള ജ്ഞാനിക്ക് കർത്തവ്യമില്ലല്ലോ. കർത്തവ്യമില്ല എന്നാൽ കർത്തവ്യങ്ങൾ ചെയ്യുമോ? ചെയ്യാന്നല്ല, മറ്റാരെക്കാളും ചെയ്തു. വാസ്തവത്തിൽ നമ്മുടെ ശാസ്ത്ര പ്രവർത്തകന്മാരായിരുന്ന ആചാര്യന്മാര് മഹാത്ഭുതമല്ലേ? ഏത് ശാസ്ത്ര മേഖലയിലേക്ക് പോയിക്കോളും, അവിടെയൊക്കെയും ഒന്നിനോടും ആസക്തിയില്ലാതെ ലോകവാക്യന്മാരായി ആത്മാരാമന്മാരായി സ്വയം വിഹരിക്കവേ തന്നെ ലോകാനുഗ്രഹം കൊണ്ട് അവർ ചെയ്തു വെച്ചതല്ലേ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ. എത്രമാത്രം അവര് കർമ്മനിരതരായി. ഒരു കർമ്മവും ചെയ്യാനില്ലാഞ്ഞിട്ടും അവർ കർമ്മനിരതരായി. ഗീതയില് അതിലേക്കുള്ള വ്യക്തമായ ഒരു എത്തിനോട്ടം നമുക്ക് സാധിക്കും. നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം ലോകേഷു ടീച്ചർ നാനവാപ്തം അവാപ്തവ്യം വർത്തയേവ ച. അർജുന, എനിക്ക് 3 ലോകത്തിലും കർത്തവ്യമൊന്നുമില്ല. ഞാൻ നേടാത്തതൊന്നുമില്ല, എനിക്ക് നേടേണ്ടതുമൊന്നുമില്ല. എന്നിട്ട് ഞാൻ പണിക്കൊണ്ടേയിരിക്കുക. പണിയില്ലാത്തവരുടെ പണിയാണ്. അങ്ങനെയുള്ള മഹാപുരുഷന്മാരാണ് നമുക്ക് ശാസ്ത്രങ്ങളെ മുഴുവൻ നടത്തുന്നത്. അവർക്ക് തരാൻ കഴിയും, കഴിയും. പ്രവർത്തിച്ചു. അവൾ എന്തിനു പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാല് സാമാന്യമായിട്ട് ഉത്തരവില്ല. സാമാന്യമായി വിശേഷമായി ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് ശരീരമുണ്ടെങ്കിൽ പ്രാരബ്ധമുണ്ട്. ഏത് അജ്ഞാനിയായാലും ഏത് വിജ്ഞാനിയായാലും. അപ്പൊ പ്രാരബ്ധത്തിലുള്ള വ്യത്യാസം കൊണ്ട് വ്യത്യസ്തങ്ങളായ ചര്യകൾ ഏർപ്പെടും. ഇനി അവിടെ വേറെ വിഷയം കൂടി പറയാം. തർക്ക വിഷയമാണ്. ഇതിന് നമുക്ക് യാതൊരു സംശയിക്കാമെന്ന് പറയാം. ഒരു മഹാപുരുഷൻ തത്വവിജ്ഞാനത്തിൽ ആത്മാരാമനായി ഇരിക്കുകയാണ്. അയാളെ സംബന്ധിച്ച് കർത്തവ്യമില്ല, ചെയ്യേണ്ടതും ചെയ്യേണ്ടതുമില്ല. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പ്രാരബ്ധാനുസാരം ആ ലോകത്തിൽ പ്രവർത്തിക്കും. അത് നമുക്ക് ലോക പ്രഭാവം എന്ത് പറഞ്ഞു വിളിച്ചു? ലോകത്തിൽ പ്രവർത്തിക്കും. സാധകന്മാർക്ക് വഴി കാണിക്കുന്നു വിചാരിച്ചു. മന്ത്ര, കേന്ദ്ര, തന്ത്ര, വേദാന്ത എന്നൊന്നും വേർതിരിക്കേണ്ട ഏതെങ്കിലും ശാസ്ത്ര മേഖലകളിൽ സാധകന്മാരെ നയിക്കുന്നു എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഒരു സാധകനെ നയിക്കുന്നില്ല, അയാൾ ഏതെങ്കിലും പ്രവൃത്തി ചെയ്ത് കഴിയുന്നു എന്ന് വിചാരിച്ചു. അയാളൊന്നും ചെയ്യേണ്ടത് എങ്കിലും ചെയ്ത് കഴിയുന്നു. ഇവിടെ ഏത് മാർഗത്തിലൂടെയാണോ അയാൾ പദാർത്ഥതയിലേക്ക് ഉയർന്നത് ആ മാർഗമായിരിക്കും അയാൾ ലോകത്തിന് പകർന്നത്. അയാൾ അതിനാൽ ബദ്ധനാവില്ല, അയാൾ അതിനാൽ പരിമിതനുമല്ല. പക്ഷെ ഏത് മാർഗത്തിലൂടെയാണോ താൻ കടന്നു വന്നിട്ടുള്ളത് അതായിരിക്കും അയാൾ സാധകന്മാർക്ക് നൽകുക. തർക്ക വിഷയമാണ്.
മാത്രമായി പോയത്. വ്യക്തമാണോ? അങ്ങനെ പ്രവർത്തിക്കാം, പ്രവർത്തിക്കുന്നതിനെ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ചവരെക്കൊണ്ടാണ് നമുക്ക് ഈ മഹിമ മുന്നേറായത്. എല്ലാ മഹിമയും ഭാരതീയ ശാസ്ത്രങ്ങളുടെ ഇന്ന ശാസ്ത്രം ഏതാണെന്ന് മാത്രമൊന്നും പറയുന്നില്ല. ഏത് ശാസ്ത്രം അതിൽ മുഴുവൻ ലോകാനുഗ്രഹം ചെയ്തവര് അതിനെ അതിക്രമിച്ചവരായി. അതുകൊണ്ട് അവർക്ക് കർത്തവ്യങ്ങളില്ല. കർത്തവ്യങ്ങളില്ലാത്തവരുടെ ക്രിയയാണ് ലോകത്തിന് വെളിച്ചമാകുന്നത് ആയത്. നമ്മൾ സാധാരണ ഓർമ്മിക്കാറുള്ള ദൃഷ്ടാന്തം ഇവിടെ തന്നെ പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് കേട്ട് മടുത്തവന് കൂട്ടത്തിലുണ്ടാവും. പിന്നെ ഏതാനും പറയുമ്പോൾ നാണവമാനമില്ലല്ലോ, അതുകൊണ്ട് ആവർത്തിക്കുന്നതിലൂടെ മടിയില്ല. വളരെ ചിന്തിപ്പിച്ചതാണ്. ചെറിയ കുട്ടിയാവുന്ന സമയത്ത് വളരുന്ന ഗ്രാമം, അവിടെ ഭഗവതി ക്ഷേത്രം, അവിടെ ഉത്സവകാലം വരുമ്പോൾ സന്തോഷമാണ്. അതുപോലെ മണ്ഡലകാലത്ത് 41 ദിവസവും വലിയ സന്തോഷമാണ്. കുട്ടികളൊക്കെ ഒത്തുകൂടും, വെളിച്ചപ്പാടുണ്ട്, തേങ്ങ പിടിക്കാം, പിന്നെ പലതുകൊണ്ട് പല കളികളും ഉണ്ടാവും. ആ കൂട്ടത്തിൽ വളരെ സന്തോഷം തരുന്ന ഒന്നാണ് വൈകുന്നേരം ഒരു 4:30 മണിയൊക്കെ ആകുമ്പോൾ അപ്പോഴത്തേക്ക് അപ്പുറത്ത് ഒരു പഞ്ചായത്ത് കൂടെ വഴി അങ്ങോട്ട് നടന്നു വരുന്ന വഴിയുണ്ട്. അവിടെ നിന്ന് ഇത് എന്താണെന്ന് വെച്ചാൽ ഈ പെട്രോമാക്സ് കൊണ്ടുവരുന്ന ആളുണ്ട്, അയാളെ പിടിക്കും. അയാളെ പിടിച്ച് അയാളെ സന്തോഷിപ്പിച്ച് ചിലപ്പോൾ അടുത്ത കൂട്ടക്കാരൻ വീടിയെ പോയി ഒരു ചായ ഒക്കെ വാങ്ങിക്കൊടുക്കും. അതിന് പൈസ മോഷ്ടിച്ച് പോക്കറ്റിലുണ്ടാവും. അങ്ങനെ കൊടുക്കാതെ സന്തോഷിപ്പിച്ചാൽ അയാൾക്ക് അത്യാവശ്യം പിടിക്കാനും കാറ്റടിക്കാനും പറ്റും. അപ്പൊ അഭിമാനം മറ്റു കുട്ടികളെ മുമ്പിൽ ഈ പെട്രോമാക്സ് പിടിച്ച് വളർത്താം. അയാൾക്കുണ്ടാകുമ്പോൾ അയാൾക്ക് ഭാരം എടുക്കാണ്ട് കഴിയും. നോക്കണേ എന്തൊരു സുഖാണ്. അയാൾക്ക് ഭാരം എടുക്കണ്ട, അയാൾക്ക് 2 കുറി ചായയും കിട്ടി ഭാരം എടുക്കുന്നതാണ്. ഏവന അഭിമാനം, ഞാനാണ് പെട്രോമാക്സ് എടുക്കുന്നത്. അത്ഭുതകരമായി നോക്കിയിരുന്ന കാഴ്ചയാണ്. കാരണം അതിന്റെ മാനുവൽ മേടിച്ചു കൊടുക്കും. എന്നിട്ട് ബർണറിൽ കിട്ടും. ഇവിടെ ഓർമ്മയുണ്ട്, ഫാർഗോ എന്നുള്ള കമ്പനിയാണ് ഈ മാനുവൽ. എന്നിട്ടത് മണ്ണെണ്ണയിൽ മുട്ടും. എന്നിട്ട് യാതൊരു കാരുണ്യവും ഇല്ലാതെ അത് കത്തിക്കുക. കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന സാധനം കത്തിക്കുക എന്ന് പറയുന്നത് സങ്കടമാണ്. കത്തിക്കാനായിട്ട് കാശ് കൊടുത്തതാകാം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കത്തി വെണ്ണീരിനെ തൂങ്ങി കിടക്കുക. അതിലേക്കാണ് പമ്പ് ചെയ്തിട്ട് ഈ മണ്ണെണ്ണ കയറുന്നത്. അത് വളരെ വേപ്പർ ഫോമിൽ മണ്ണെണ്ണ തീ കൊടുത്തു, ആളുകൾ കത്തൽ കത്തും, പിന്നെ അടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തെളിഞ്ഞ് 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 ഒരു പ്രദേശത്തെ മുഴുവൻ പ്രകാശമാനമാക്കുന്ന ഒരു ഭാവം അതിന് കഴിയുക. ഇത് അത്യത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഇത് കാണാൻ വേണ്ടി പറയണോ, ആരോഗ്യ പിടിക്കേണ്ടി പോകുന്നു. ഇത് കാണാൻ വേണ്ടി അത്യാവശ്യം അത് പൊട്ടിക്കാറും പറയുന്നുണ്ട്. പൈസ അയാൾക്ക് പോയിട്ടാണ് അത് ഈ കൊണ്ട നടക്കുമ്പോൾ ഒന്ന് രാത്രിയൊക്കെ പ്രത്യേക രീതിയിലേക്ക് കാട്ടിയതാണ് പൊട്ടിക്കും. അപ്പൊ വീണ്ടും ഇത് കത്തിക്കുന്നതും ഈ പ്രയോഗമാണ്. സ്വയം കത്തി വെണ്ണീറായാൽ മാത്രമേ ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ പറ്റൂ. സ്വയം കത്തി വെണ്ണീറാവാതെ ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ സാധ്യമല്ല. നമുക്ക് വരയ്ക്കുന്നതിന് മുമ്പ് വെളിച്ചം കൊടുക്കാൻ പാടില്ല.
തീപ്പെട്ടി വയ്ക്കുന്നതിന് നമുക്ക് വെളിച്ചം കൊടുക്കാനുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് വിടരുന്നതിന് മുമ്പ് പാടിക്കും. എത്രയോ വിടരാനുള്ള വിടരുന്നതിന് മുമ്പേ പാടിക്കും. കാരണം 10 പേര് വരും, നമസ്കരിക്കും, ദക്ഷിണ തരും, 100 പേര് വരും, പ്രശംസിക്കും, പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി എന്നൊക്കെ പറയും. അപ്പൊ എന്നോ എത്തിയെന്ന് സ്വയം തോന്നും. അങ്ങനെ വിടരുന്നതിന് മുമ്പേ പാടിക്കും. എന്നാൽ സ്വയം കത്തി വെട്ടിയതായാൽ മാത്രമേ ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ. അങ്ങനെയുള്ളവരെ വെളിച്ചം കൊടുത്തിട്ടുള്ളൂ. സംശയമില്ല. ഇതാണ് ആ ചോദ്യത്തിലുള്ള പൂർണ്ണമായ മറുപടി. പിന്നെ ഏറ്റവും വലിയ വഞ്ചകനാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. കുറച്ച് ശാസ്ത്ര സ്വാധ്യായത്തിന്റെ മാർഗത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ചില സാധനാവിശേഷങ്ങളിൽ പോകുമ്പോഴോ അതേത് സാധനമാകുമ്പോഴും കുഴപ്പമില്ല, മനസ്സ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. നമ്മൾ സിദ്ധാവസ്ഥയിലെത്തി മനസ്സ് നമ്മളെ തെറ്റിദ്ധരിക്കും. അങ്ങനെ സിദ്ധാവസ്ഥയിലെത്തി തെറ്റിദ്ധരിക്കാനോ കഴിഞ്ഞു. പ്രത്യേകിച്ച് കുറച്ച് പ്രസിദ്ധിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അന്ന് അംഗീകാരവും നമുക്ക് സ്വയം അറിയും. ആ ഒന്നും അല്ലാന്ന് പറഞ്ഞാൽ തരക്കില്ല, അതുകൊണ്ട് അറിയില്ല, പറയണമെന്നില്ല എന്നറിയും. പിന്നെ ഒരുവിധം പോസ്റ്റ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കാനും വയ്യല്ലോ. അത്യുഷ്ണം നേരെ കഴിയാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ജയകൃഷ്ണമൂർത്തിയെ കുറിച്ച് എന്തിനാ വേറെ ആരെ കുറിച്ച് എന്തിനാ പറയുന്നത്? ആരെ കുറിച്ച് നമ്മൾ പറയാറ്? നമ്മൾ പറയുന്ന ആത്മ എന്ന് പറയുന്നത് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ആദ്യം പറഞ്ഞല്ലോ വന്ന് വഴി തത്ത വിഷയമാണെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. വന്ന വഴി കൊടുക്കുന്നവരും കൊടുക്കാത്തവരും ഉണ്ടാവാം എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും വന്ന വഴി കൊടുക്കാത്തവരുണ്ടാവാം. അത് മറന്ന ഒരു കാറ്റഗറി. വന്ന വഴി കൊടുക്കാത്തവരുണ്ടാകാം, പക്ഷേ കൊടുക്കുന്നവര് വന്ന വഴിയാണ്. മനസ്സിലായില്ല? ഇപ്പോ ഒരാള് ഒരു വേദാന്ത വിചാര മാർഗത്തിലൂടെ കടന്നു വന്നു, ഒരു സ്ഥാനത്തെത്തി. അതേ സ്ഥാനത്ത് വേറൊരാള് ഭക്തി മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഉപാസനയിലൂടെ ഭജന കീർത്തനാദികളിലൂടെ എത്തി. അതേ സ്ഥാനം വേറൊരാൾ താന്ത്രികമായിരിക്കുന്ന ഒരു ശക്തയ മാർഗത്തിലൂടെ എത്തി, വേറൊരാൾ താന്ത്രികമായിരിക്കുന്ന ഒരു ശൈവ മാർഗത്തിലൂടെ എത്തി, വേറൊരാൾ താന്ത്രികമായിരിക്കുന്ന ഒരു വൈഷ്ണവ മാർഗത്തിലൂടെ എത്തി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേറൊരാൾ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ എത്തി. വേറൊരു സ്ഥാനത്ത് ഈ സ്ഥാനത്ത് അയാൾ കൃതാർത്ഥനായി എന്ന് വിചാരിച്ചു. കൃതാർത്ഥനായാൽ മാത്രം ആ കൃതാർത്ഥനായ ആള് ലോകസംഗ്രഹാർത്ഥം ഉപദേശിക്കുമ്പോൾ അവരവർ കടന്നു വന്ന വഴിക്ക് അനുസരിച്ചിട്ടുള്ള മാർഗ ദർശനമാണ് വേണ്ടത്. അതാണ് ഉദ്ദേശം. അത് അവരെ സംബന്ധിച്ച് അപ്രസക്തമാണ്. കാരണം ആ ഒരു സെൽഫിലുള്ള വ്യത്യാസം നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പുസ്തകം അദ്ദേഹം നിഷേധിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ നാമധേയം തന്നെ ഒരു വിഷയം നമുക്ക് ജയകൃഷ്ണമൂർത്തി എന്നല്ല ആരെ കുറിച്ചും നമ്മൾ വിലയിരുത്താൻ പോകുന്നില്ല. പക്ഷേ സാധനയെ സംബന്ധിച്ച് അവനവന് കൃതാർത്ഥം നൽകുന്ന മാർഗത്തിലൂടെ പോകാൻ, അവനവന് കൃതാർത്ഥം നൽകുന്ന മാർഗം സ്വീകരിക്കാൻ, അങ്ങനെ മുന്നോട്ട് പോകാം. വിരുദ്ധത പല ആചാര്യന്മാരിലും കാണും. ഒരാളിൽ മാത്രമല്ല, പല ആചാര്യന്മാരുടെയും വിശദീകരണങ്ങളിൽ പ്രതിപാദനങ്ങളിൽ വിരുദ്ധത ഉണ്ടാവും. ആ വിരുദ്ധതയുടെ അംശം നമ്മൾ ഒഴിവാക്കിയാണ്.
പിന്നെ മറ്റൊന്ന് ജെ കൃഷ്ണമൂർത്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നമുക്ക് ലഭിച്ചിട്ടുള്ള അധികവും തന്നെ പ്രസംഗങ്ങളാണ്. പ്രസംഗത്തെ സംബന്ധിച്ച് ഏത് സ്ഥലത്ത് ആരോട് എപ്പോ പറഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട. അത് അടർത്തിയെടുത്ത് നമ്മൾ ഗ്രന്ഥാകാരത്തിലാക്കുമ്പോൾ വായിക്കുന്ന നമ്മൾ ആ സാഹചര്യത്തിലാണ്, നമ്മുടെ സാഹചര്യത്തിൽ. ഇത് വലിയൊരു ന്യൂനതയാണ്. വിവേകാനന്ദ സ്വാമിയുടെ ഇതേ പ്രശ്നമാണ്. വിവേകാനന്ദ സ്വാമി എഴുതിയത് വളരെ കുറച്ച്. ആകെ കൂടെ വിവേകാനന്ദ സ്വാമി എഴുതിയത് പാവിഞ്ചര യോഗ സൂത്രങ്ങളുടെ വ്യാഖ്യാനം. വേറൊന്നും പൂർത്തിയാക്കിയില്ല. ബാക്കി ഇഷ്ടം എഴുതി തുടങ്ങി, പൂർത്തിയാക്കിയില്ല. 5-6 പുസ്തകങ്ങൾ എഴുതി തുടങ്ങി, ഒന്നും പൂർത്തിയാക്കിയില്ല. 5 പേര് 10 പേര് 20 പേര് കണക്കിന് എഴുതി. പിന്നെ കംപ്ലീറ്റ് കോഴ്സ് വിവേകാനന്ദ 9 വോളിയം എന്താണ്? പ്രസംഗങ്ങളാണ്, കത്തുകളാണ്, ചില കവിതകളുണ്ട്, എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാമിജിയുടെ പ്രസംഗം വായിക്കുമ്പോൾ ഏത് വേദിയിൽ ആരോട് പറഞ്ഞു എന്ന് മനസ്സിലാക്കാതെ നമ്മൾ എടുത്താൽ വലിയ പ്രശ്നം. ഇതെല്ലാവരെ സംബന്ധിച്ചും. പിന്നെ ജയകൃഷ്ണമൂർത്തിയെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ വായിച്ചിട്ടില്ല, കൂടുതൽ പഠിച്ചിട്ടില്ല. പക്ഷെ പഠിച്ചിടത്തോളം അരവിന്ദ ഘോഷിനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്നതാണ്. ഏത് വിഷയത്തിൽ? അദ്ദേഹത്തിന്റെ രാഷ്ട്ര സംബന്ധമായ കാഴ്ചപ്പാട്. രാഷ്ട്ര സംബന്ധമായ കാഴ്ചപ്പാടിൽ നമ്മൾ അരവിന്ദ ഘോഷിനെ പൂജിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക എതിർക്കുമ്പോൾ നമ്മൾ എതിർക്കാൻ പോകുന്നില്ല, പക്ഷെ നമ്മൾ ആദരിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് കൃഷ്ണമൂർത്തിയെ സംബന്ധിച്ച്. അത് അവരുടെ കഴിവുകളല്ല, നമ്മുടെ കഴിവുകളായിരിക്കും. അവർ ഏത് തലത്തിൽ അറിവ് തുറക്കുന്നു ഉൾക്കൊള്ളാൻ പറ്റായിരിക്കുക. പറഞ്ഞിട്ട് പറഞ്ഞാൽ പോലെ എന്ന് പറയാനല്ലോ. അപ്പൊ അതുകൊണ്ട് അവരുടെ മഹത്വത്തെ ഒന്നും ഈ വിഷയം ലോക സാമാന്യമായ ഒരു ജീവിതക്രമം, അതിനനുസരിച്ചുള്ള ഉപദേശക്രമം എന്നുള്ളതിൽ സാമ്പ്രദായികമായ നമ്മുടെ ആചാര്യന്മാർ ആണ് വ്യതിചരിച്ചിട്ടുണ്ട്. എന്നാൽ എത്രയോ മഹാപുരുഷന്മാർ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ തത്വദർശികളല്ലാമോ, അവർ അനുഭൂതി സമ്പന്നന്മാരല്ലാമോ ഒന്നും പറഞ്ഞേക്കരുത്, നമുക്ക് അറിയില്ലാന്നേ പറഞ്ഞു. പക്ഷേ അവരുടെ ഉപദേശങ്ങള് ലോകമര്യാദയെ തകർത്തില്ലായിരുന്നു. ഉദാഹരണമാണ് പിൽക്കാലത്ത് ഓഷോ എന്ന പേര് അറിയപ്പെട്ട രജനീഷ്. അദ്ദേഹം തത്വദർശിയല്ല നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം തത്വദർശനത്തിന്റെ ഔന്നത്യത്തെ വിഹരിച്ച ആളായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ലോകമര്യാദക്കനുസരിച്ചാണ്. ലോകമര്യാദ പറയും, അത് തെറ്റാന്നല്ല പറയുന്നത്. എന്നാൽ നമ്മുടെ സാമ്പ്രദായിക ആചാര്യന്മാർ എല്ലാവരും ലോകമര്യാദയെ നിലനിർത്തിക്കൊണ്ടാണ് ശാസ്ത്രോപദേശിക്കുന്നത്. ഏറ്റവും വലിയ ഗുരുനാഥൻ ശ്രീകൃഷ്ണൻ തന്നെ ലോകമര്യാദയെ നിലനിർത്തിക്കൊണ്ടാവും. ശങ്കരാചാര്യ സ്വാമികൾ ലോകമര്യാദയെ നിലനിർത്തിക്കൊണ്ടാവും. മറ്റത് ലോകമര്യാദ നടന്നു. അതുകൊണ്ട് അവരുടെ വിദ്വാന്മാരെല്ലാം നല്ല പറയണം, അവർ വിജ്ഞാനികളെല്ലാം പറഞ്ഞേക്കരുത്. ഈ ഒരു തലം അവർ എന്തുകൊണ്ടോ അഭിപ്രായ വീക്ഷണത്തിൽ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു അപ്രസക്തമായിട്ട് ഉണ്ടായിരിക്കും. അവിടെ ബുദ്ധിഭേദം ജനയെ അജ്ഞാനം കർമ്മസംഗീന ദോഷയെ സർവകർമാണി സമാചരൻ എന്ന് ഗീതയിൽ വ്യക്തമായി പറഞ്ഞിരിച്ചു. ഇതിന്റെ ഒരു ശ്രീരാമകൃഷ്ണന്റെ ജീവിതത്തിൽ ഒരു ദൃഷ്ടാന്തം. എല്ലാ ശിഷ്യന്മാരെയും എല്ലാവർക്കും ഒരുപോലെ അദ്ദേഹം സ്നേഹിച്ചു. പക്ഷേ തന്റെ ശിഷ്യന്മാര് താൻ കാണെ അഷ്ടാവക്രഗീത എടുത്താൽ അപ്പൊ വഴക്ക് ഇത് ആര് പറഞ്ഞു? നരേന്ദ്രൻ ഒറ്റയ്ക്ക് പറയും, നീ അഷ്ടാവക്രഗീത വായിക്കേ, അത് വായിക്കലോ, എന്നാ നീ വായിക്കാത്തത്, നാളെ വായിക്കുക. അവിടെ ശ്രീരാമകൃഷ്ണദേവനിൽ ഭേദബുദ്ധി ആരും ആരോപിക്കുക, ഭേദബുദ്ധി ആരോപിക്കുക. എന്തുകൊണ്ടാണെന്നും നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കുന്നത്.
ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വിദ്യാരണ്യ സ്വാമികൾ നമുക്ക് പറഞ്ഞത് ആരബ്ധ കർമ്മ നാനാത്വമാണ് വർത്തനം തേന ശാസ്ത്രാർത്ഥേ ഭ്രമിതവ്യം ന പണ്ഡിതൈ. പ്രാരബ്ധ കർമ്മത്തിലുള്ള വ്യത്യാസം കൊണ്ട് ബുദ്ധന്മാർക്ക് ജ്ഞാനികൾക്ക് പല പ്രകാരത്തിലുള്ള വർത്തനം ഉണ്ടാക്കും. അത് കണ്ടിട്ട് നിങ്ങൾ ശാസ്ത്രാർത്ഥത്തിൽ ഭ്രമിച്ചു പോകരുത്. ഒരാൾ ചെയ്യുന്ന പോലെ ആവില്ല വേറൊരാൾ ചെയ്യും, ഒരാൾ പറയുന്ന പോലെ ആവില്ല വേറൊരാൾ, ഒരാൾ കൊടുക്കുന്ന പോലെ ആവില്ല വേറൊരാൾ. അത് കണ്ടിട്ട് ശാസ്ത്രാർത്ഥത്തിൽ ഭ്രമിക്കരുത്. അത് ജ്ഞാനികളല്ല, അത് ജ്ഞാനികളാണ്, ഈ വകയൊന്നും പോകരുത്. അത് അവരുടെ പ്രാരബ്ധ വ്യത്യാസം കൊണ്ട് അവർ ലോകത്തിന് കൊടുത്ത വ്യത്യാസം. അതിന്റെ പറയാനോ അതാ സത്യം. ഇപ്പൊ അതിലേക്കുള്ള വൈദ്യുതി പ്രവാഹം നിർത്തിയാലും ആ ഫാൻ കുറച്ചു നേരം തടയുന്നുണ്ടെങ്കിൽ ആ ഫാൻ പ്രകാശിക്കുക. ഈ ട്യൂബുകളിലേക്കുള്ള വൈദ്യുതി പ്രവാഹം നിർത്തിയാൽ നമ്മൾ വിചാരിക്കുന്നു അപ്പം തന്നെ ഉറപ്പായില്ല. കുറച്ച് മൈക്രോ സെക്കൻഡ്സ് ആ പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട്, എന്നിട്ടാണ് അത് നിർത്തണം. അത് എത്ര സമയം എന്നുള്ളത് പല ഘടകങ്ങളെ അപേക്ഷിച്ചു. അപ്പൊ നമ്മൾ ഈ ഫാനിലേക്കുള്ള വൈദ്യുതി പ്രവാഹം നിർത്തിയാൽ ചിലപ്പോൾ 1 മിനിറ്റ് 1.5 മിനിറ്റ് കറങ്ങിയെന്ന് വരും. എന്നാ സങ്കല്പിച്ചു നോക്കൂ, 3 വിഷയങ്ങൾ. ഒന്ന്, അത് 100% അതിനുള്ളിൽ ലൂബ്രിക്കേഷൻ ഉണ്ട്, 100% ലൂബ്രിക്കേഷൻ ഉണ്ട്. 2, ഭൂഗർഭ ആകർഷണം 0ആണ്. 3, വായുവിന്റെ റെസിസ്റ്റൻസ് 0ആണ്. എന്നാ ആ സ്വിച്ച് ഓഫ് ചെയ്താലും അത് കറങ്ങിക്കൊണ്ടേ നിൽക്കൂല. അതിനെ വെള്ളം കഴിഞ്ഞാൽ പക്ഷെ കറണ്ട് വെളിച്ചമുണ്ടാവും. ഇതാണ് ആരബ്ധ കർമ്മ നാനാത്വ ബുദ്ധാനാം അന്യഥാന്യഥാ വർത്തനം. ശരി, സന്തോഷം. സാധാരണ വൈകുന്നേരം വരെ ഉണ്ടാവാറുണ്ടെന്ന് വൈകുന്നേരം വരെ കാണാം. മുമ്പൊക്കെ തന്നെ ധാരാളം. വേറൊന്നും ചോദിക്കണ്ടോ? സന്യാസം സ്വീകരിച്ചത് ഒരു വ്യക്തിയിൽ നിന്നാണെന്നും പഠനം നടന്ന മറ്റൊരു വ്യക്തിയിൽ നിന്നാണെന്നും വായിക്കാൻ ഇടയായിരുന്നു. സന്യാസം വ്യക്തിപരമായി നമ്മുടെ ജീവിതമാണ്. ചിദാനന്ദ സ്വാമി അതുപോലെ അത് സുഖം തന്നെയാണ്. വിഷയം ചിദാനന്ദ സ്വാമിയെ സംബന്ധിച്ച എവിടെയോ എന്തോ എഴുതിയതിൽ അഥവാ പറഞ്ഞതിൽ ശിക്ഷാഗുരു ദീക്ഷാഗുരു 2 പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഈ ശിക്ഷ ദീക്ഷ എന്നൊക്കെ പറയുന്നതിന് മാറി ചിദാനന്ദ ഗുരു ആരാന്ന് ചോദിച്ചാൽ വലിയ വിഷമമുണ്ട്. സത്യസന്ധമായിട്ട് തുറന്നു പറയാം. കാരണം ഒരുപാട് ഗുരുക്കന്മാരുടെ രൂപങ്ങള് മിന്നി മറിയുന്ന അതിലാരൊക്കെ ആ ഗുരു അല്ലാത്തത് അതും അറിയില്ല. ഒരുപാട് ഉന്നതന്മാർ ഇപ്പോ മുമ്പിൽ വരുന്നു. കൊച്ചു കുഞ്ഞാവും മുതൽ ഈ ജന്മത്തിൽ അറിയുന്നു, ഈ ജന്മത്തിന് മുമ്പുള്ളതൊന്നും അറിയില്ല, ഓർമ്മയില്ല, അറിയില്ലാത്ത ഓർമ്മയില്ല. അതാണ് സത്യം. അത് ചിലപ്പോൾ വളരെ പ്രാധാന്യം കാണുന്നത് ഒരുപക്ഷെ ലോകം ഭ്രാന്തി എന്ന് വിളിച്ചൊരമ്മയായിരിക്കും. ഭ്രാന്തിയല്ല, ലോകദൃഷ്ടിയിൽ ഭ്രാന്തിയായിട്ടാണ് ചിലപ്പോൾ അങ്ങനെ പലരും ലക്ഷണമാണ്. ചിലപ്പോ ഒരു 4 വയസ്സുള്ളപ്പോ ബ്രഹ്മവിദ്യ എന്ന പേര് പരിചയപ്പെടുത്തിയ അച്ഛനുണ്ടാവും. അതേ ആളാണ്
പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന കാലത്ത് ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ കുറിച്ച് പുസ്തകമുണ്ടാകും. ഒരു 20-30 പ്രാവശ്യം പഠിച്ചു. എന്നിട്ടാണ് കമ്പ്ലീറ്റ് വർക്ക്സ് വിവേകാനന്ദയിലേക്ക് എത്തുന്നത്. എന്നയാൾ പിന്നീട് ഇവിടുന്ന് മംഗളദീക്ഷ സ്വീകരിച്ചു. ബലമായി നമസ്കരിക്കുന്നത് നമ്മൾ പിടിച്ചു വെക്കും. കാരണം കാര്യം എന്ന് പറയാൻ ശരീരത്തിന്റെ അച്ഛനല്ലേ, ഇപ്പൊ പിടിച്ചു വെക്കും, സമ്മതിക്കില്ല, നമസ്കരിച്ചേ മതിയ ഇവിടെ പറയാം. അങ്ങനെ നിരീക്ഷണമാണ്. അതുകൊണ്ട് ഒരുപാട് പേര് ചിത്രമാണ്. പക്ഷേ നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന ഭാവവും സാമ്പ്രദായികമായിരിക്കുന്ന ഭാവവും തമ്മിൽ വ്യത്യാസം. ഒന്നുകൂടി പറയാം, സൂക്ഷ്മ സാധകന്മാർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ, അല്ലാതെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. മനസ്സിലാവാത്തവർ വെറുതെ വിഷമിക്കേണ്ടതാണ്. ഇങ്ങനെ 100-ലധികം ഗുരുക്കന്മാര് നമുക്ക് ഉള്ളിൽ ഇപ്പൊ പ്രകാശിച്ചാൽ തന്നെ സാമ്പ്രദായികമായി സ്വാമി ചിദാനന്ദ എന്ന് പറയുന്ന ഭാവം എന്ന് പറയാം. ഈ സമ്പ്രദായമാണ് എല്ലാം ചോദിച്ച സമ്പ്രദായം ഒന്നുമാണ്. എന്നാൽ സമ്പ്രദായം ഉണ്ടെങ്കിൽ ധർമ്മം നിലനിൽക്കും. സമ്പ്രദായങ്ങളില്ലെങ്കിൽ ധർമ്മ വ്യവസ്ഥ നിലനിൽക്കില്ല. ശരിക്കും ശ്രദ്ധിക്കുക. സമ്പ്രദായം ഒന്നുമല്ല നമുക്കറിയാം, പക്ഷെ സമ്പ്രദായം ഉണ്ടെങ്കിൽ ധർമ്മ വ്യവസ്ഥ നിലനിൽക്കും. അദ്വൈതാശ്രമത്തിന് മതിൽക്കെട്ടുകൾ വേണ്ട, പക്ഷെ ഈ മതില് ഇതിനെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സാമ്പ്രദായികമായി പറയുമ്പോഴാണ് സന്യാസി എന്നുള്ളത്, ആ സന്യാസ വിധാനം എന്നുള്ളതൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച അമ്മ പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കാഷായ വസ്ത്രം എടുക്കുന്നത്. അതിനു മുമ്പ് കളർ ഉടുപ്പുമായിരുന്നു. ഈ കാവി മുമ്പ് വരുന്നു, അതിന് മുമ്പുള്ള ജീവിതത്തിൽ. പക്ഷേ കാവി കളർ മുക്കി വെക്കുന്നത് ആദ്യമായിട്ട് ഈ അമ്മ പറഞ്ഞു. ലളിതമായൊരു ചോദ്യം ചോദിച്ചു, നീ തെണ്ടി അല്ലടാന്ന് ചോദിച്ചു. അതെയോ, തെണ്ടി വെള്ള വസ്ത്രം കൊടുക്കാൻ പാടുണ്ടോ? അറിയില്ല. അമ്മ പറയൂ പാടില്ല. പിന്നെ എന്ത് കൊടുക്കണം? നീ പോയി കാവി കൊടുത്തോളൂ. ഗുരുനാഥൻ തരാതെ കാവി കൊടുക്കാൻ പാടുണ്ടോ? സംശയം അങ്ങോട്ട്. നീ കാവി കളർ കൊടുത്തോളൂ, കാവി മണ്ണ് കൊടുക്കണ്ട. രസം തന്നെ. ഉത്തരം കിട്ടി. വേഗം പോയി കുറച്ചു ദൂരം പോയി കടയിൽ പോയി ഈ അമ്മയുടെ അടുത്ത് നിന്ന് എന്റെ പാത്രം എടുത്ത് കടൽ വെള്ളം എടുത്ത് അതിൽ കളർ കലക്കി ഉള്ള മുമ്പ് ഉള്ള മുമ്പ് തന്നെ കാവി കളർ മുക്കി ഉണക്കി അമ്മയുടെ മുമ്പ് പോയി വിളിച്ചു. എന്തായാലും കളർ കൊടുത്തില്ലേ, അതിന്റെ പേര് കിടക്കട്ടെ, സന്യാസിയുടെ പേര്, സ്വയം പേര്. ഞാൻ സന്യാസിയാണെന്ന് 3 വട്ടം മന്ത്രവും ചോദിച്ചു. അതറിയാം, അത്ര പഠിച്ചാൽ മതി. പ്രസ്ഥാനത്തിലെ നമ്മൾ പൂർത്തിയാക്കി. അപ്പോ വിധാനത്തെ തത്വത്തിലേക്ക് അറിയാം. അപ്പൊ ഹിന്ദു സന്യാസത്തിന്റെ ക്രമത്തിൽ തന്നെ അവിടുന്ന് കാഷായം എടുത്ത് യാത്ര പോയി. അവിടുന്ന് വന്ന് ഇത് കഴിഞ്ഞ് താമസിച്ച ഗുഹയിൽ വന്നപ്പോ ഒരു അത്ഭുതം. അതിനു മുമ്പ് 4-5 ദിവസം അവിടെ താമസിച്ചിട്ടുണ്ടാകും. കൂട്ടിന് പലരും അതിലൊരുത്തനുണ്ട്, ഒരു നായ, വലിയ കൂട്ടാണ്. ഒരു വൃത്തിയും കളിക്കാറില്ല, ഇത്ര സ്നേഹമാണ്. അവൻ നമ്മളെല്ലാ സാധനവും അനുഭവപ്പെടുത്തി അടിച്ചു പോയി. അപ്പൊ മനസ്സിലായി ഇവിടുത്തെ താമസം. അപ്പൊ അങ്ങനെ പോയി
ബദ്രീനാഥിലേക്ക് പോകുന്ന വഴി തെറ്റി ഉത്തരകാശി. എന്തുകൊണ്ട് വഴി തെറ്റി അറിയില്ല. വഴി തെറ്റാൻ ന്യായമില്ല. ദേവപ്രയാഗ നാം തെറ്റിയത്. അങ്ങനെ നടന്ന ഉത്തരകാശിയിലെത്തി വളരെ വിഷമം. കാരണം കല്യാണിന്റെ നൽകുക ഇതിനാണോ ഇത്രയും നടന്ന് വന്നത്? ഏതായാലും സാരമില്ല. പിറ്റേന്ന് രാവിലെ ഭിക്ഷയ്ക്ക് പോയപ്പോ ഭിക്ഷാപാത്രമൊന്നുമില്ല. പ്ലാസ്റ്റിക് കവറിലാണ്, ഈ തുണിക്കടയിൽ നിന്ന് സാധനം കിട്ടുന്ന കവറിലാണ് ഭിക്ഷ. നല്ല ഉറപ്പുള്ളതാ. അതിന് ഉത്തരകാശിയിൽ ഭിക്ഷ വാങ്ങിയപ്പോ അത് ദൂരത്താണ്. താഴെ പോയപ്പോൾ പുതിയ സ്വാമിമാരെ അയ്യോ അയ്യോ മലയാളിയെ പറയുന്നു. അങ്ങനെ പരിചയം അവർ മലയാളിയാണ് പറയുന്നത്. സ്വാമി ഇതിനവിടെ വന്നത് ചെറുപ്പാണല്ലോ. ഇവിടെ ഏതെങ്കിലും ബംഗാളികൾക്ക് തപസ് ചെയ്ത് കഴിയും. അതിന് പറഞ്ഞതാണ് ആശ്രമം പോയി പഠിച്ചൂടെ? സാധ്യമല്ല. സന്യാസിമാരെല്ലാവരും പ്രാപ്തമാണ്. ആശ്രമം എന്ന് പറഞ്ഞാൽ തട്ടിപ്പിന്റെ കേന്ദ്രമാണ്. സന്യാസിമാർ സോഷ്യൽ പാരസൈറ്റുകളാണ്. അങ്ങനെ ആശ്രമങ്ങളിലേക്ക് പോയി ബംഗാളികൾക്ക് തപസ് ചെയ്ത് കഴിയും. അപ്പൊ അങ്ങനെയാണ് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാനൊരു പുതിയ സന്യാസി തരാം നിങ്ങളുടെ നേരത്തെ. പക്ഷെ ഒരാഴ്ച അതില്ല. അതുവരെ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ കഴിഞ്ഞോളാം. സത്യം കല്യാണത്തിന് താമസിക്കാൻ വിഷമമില്ല. പാചകം അറിയുന്നു ഒന്നാന്തരായിട്ട് എല്ലാം ചെറിയ രീതി അതൊന്നല്ല. എല്ലാ കാര്യങ്ങളും അറിയാം. ഇന്ന് അറിയില്ല. കുറെ കാലമായിട്ട് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അക്കാലത്ത് അറിയാം. അക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കുറിച്ച് റൂമിൽ കൂട്ടിയിട്ടിട്ട് എല്ലാ പാചകവും ചെയ്തിട്ടാണ് തുറന്നത്. അതെ, അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്. അതെല്ലാം അങ്ങനെയാണെങ്കിൽ ചിന്മയ മിഷനിൽ ഒരു പാചകനെ ആവശ്യം. ഒരാഴ്ചത്തേക്ക് പോകാമോ? പോകുക. മനസ്സിൽ എന്തോരം ആനന്ദം. കാരണം തപോവന സ്വാമി ഇരുന്ന സ്ഥലം ഇരുന്നതാറുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? ഒരാഴ്ച കഴിഞ്ഞ് പോകുന്നു പറഞ്ഞേക്കരുത്. ഒരാഴ്ച കഴിഞ്ഞ് പോകുന്നു പറഞ്ഞാൽ ജോലി വെക്കില്ല. അവരുടെ ബ്രഹ്മചാരിയെ സ്നേഹത്തിലെടുക്കണം. ഇനി എന്താ ഇവിടെ താമസിക്കുന്ന ആൾക്കോട് തോന്നിപ്പിക്കണം. ഓ അത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് പോകുന്നു നിർത്തിയേക്കരുത്. കള്ളം പറയുന്നുള്ളൂ, സത്യം പറയുന്ന. അങ്ങനെ ചിന്മയം പോയി അന്ന് ബ്രഹ്മചാരി ഗോപിനാഥ ചെയ്തതിനെയാണുള്ളത്. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി. മലയാളിയായിട്ടുള്ള ചെറുപ്പക്കാരൻ പാചകനായി കൊടുക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് വിമാലാക്കി. ഒരു പ്രാവശ്യം പാചകം ചെയ്ത് നോക്കട്ടെ, എനിക്ക് സ്വാദം പറഞ്ഞ് നോക്കട്ടെ. സ്വാദായി ഉണ്ടാക്കി കൊടുത്തു. ഇഷ്ടമായി. അങ്ങനെ അവിടെ പാചകനായി ചേർന്നതിന്റെ പിറ്റേ ദിവസം ഒരു പ്രഭാകരൻ നമ്പൂതിരിയാണ്. എന്തിനൊന്നും അയാൾക്കേ അറിയില്ല. പിന്നെ അയാൾക്ക് ഹരിദ്വാർ വരെ വരേണ്ട പണിയുണ്ട്. ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ ഉത്തരകാശി. ആരാണ് ഈ പ്രഭാകരൻ നമ്പൂതിരി? അദ്ദേഹം ചിന്മയ മിഷന്റെ ബ്രഹ്മചാരി. ചിന്മയാനന്ദ സ്വാമിയുടെ അടുത്ത സേവകൻ. ചിന്മയാനന്ദ സ്വാമിക്ക് അനേകം പറയുന്നു. അങ്ങനെ ഇയാള് ബ്രഹ്മചാരി ആയിരിക്കുമ്പോൾ പെൺകുട്ടിയെ പ്രേമിച്ചു. സ്വാമിക്ക് അത് ഇഷ്ടമായി. സ്വാമി അവിടെ കല്യാണം നടത്തി കൊടുത്തു. സ്വർണം വാങ്ങി കൊടുത്തു, പൈസ കൊടുത്തു, ഒരു ജോലി വാങ്ങി കൊടുത്തു. സ്വാമിയുടെ കാണാൻ പറഞ്ഞിട്ട് ജോലി വാങ്ങി. അല്ല ഇതൊക്കെ നീ മര്യാദയ്ക്ക് കൊണ്ടുപോകണം സ്വാമി. പക്ഷേ ഡിവോഴ്സായി. അങ്ങനെ വീണ്ടും ബ്രഹ്മചാരി പ്രഭാകരൻ നമ്പൂതിരി. ഇന്ന് സന്യാസിയാണ്, അമേരിക്കയിലാണ്. സ്വാമി വസിഷ്ഠാനന്ദ സരസ്വതി. അപ്പോ
പ്രഭാകരൻ നമ്പൂതിരി വന്നു പരിചയപ്പെട്ടു. അദ്ദേഹം ഉത്തരകാശിയിൽ വന്നാൽ ഭഗവാൻ താമസിക്കും. അപ്പോൾ പരിചയപ്പെട്ടു. നിങ്ങൾ വളരെ ചെറുപ്പമാണല്ലോ, പിന്നെ വെറുതെ പാചകനായിട്ട് ആവശ്യം പറയണം, എന്താ ചെയ്യട്ടെ, ഏതെങ്കിലും ആശ്രമത്തിൽ പോയിട്ട് സന്യാസികൾക്ക് പോയി താമസിക്കും. ഞാൻ പോയില്ല. മറുപടി സ്ഥിരം. അപ്പൊ അദ്ദേഹം ശരി സമ്മതിച്ചു. എനിക്ക് നിങ്ങളോട് രണ്ട് ചോദ്യം ചോദിക്കാൻ. എല്ലാ സന്യാസിമാരും തട്ടിപ്പുകാരാണെങ്കിൽ അങ്ങനെ അല്ലാത്തൊരു സ്വാമിയായിരിക്കുക നിങ്ങൾക്ക് ചോദ്യം. എല്ലാ ആശ്രമങ്ങളും തട്ടിപ്പിന്റെ കേന്ദ്രമാണെങ്കിൽ അങ്ങനെ അല്ലാത്തൊരു ആശ്രമം നിങ്ങൾക്ക് ഉണ്ടാകില്ല. രണ്ട് ചോദ്യം. ആ ചോദ്യം ഉള്ളിൽ കയറി. ഞാനും അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ തയ്യാറാണ്, എന്നാ പോയത്. എങ്ങോട്ട്? ഗുജറാത്തിൽ മേങ്കവാടി. നോക്കണേ, ബദറിലേക്ക് പോയ ആളാണ്. ഉത്തരകാശി എത്തിയിട്ട് അവിടെ നിന്ന് തന്നെ ഗുജറാത്തിലേക്ക് മേങ്കവാടി. 10,000 വയസ്സുണ്ടോ? മേങ്കവാടിക്ക് പോകുന്ന വഴിക്ക് ദയാനന്ദാശ്രമത്തിൽ പോയി സിദ്ധാനന്ദ സ്വാമിയെ കണ്ടപ്പോൾ സിദ്ധാനന്ദ സ്വാമി പറഞ്ഞു, പ്രഭാകരൻ എങ്ങോട്ടാ ഇയാളെ കൊണ്ടുപോകുന്നത്? ഞാൻ മേങ്കവാടിലേക്കാണ്. എന്തിനാണ് ചെറുപ്പക്കാരനെയൊക്കെ നശിപ്പിക്കുന്നത്? നിങ്ങൾ പോണത് ഇബ്രാഹിം സ്വാമിയുടെ അടുത്തേക്കാണ്. ഇന്ന് ഭാരതത്തിലുള്ള പണ്ഡിതന്മാരിൽ വെച്ച് ഏറ്റവും വലിയ സകലശാസ്ത്രവും ബുദ്ധിസ്ഥ. പക്ഷേ മൂക്കത്താണ് ശരി. നിങ്ങൾക്ക് കാര്യം പറ്റും, ചെറുപ്പം വെച്ചാൽ അതാണ്. നിങ്ങൾ 3 മാസം അവിടെ താമസിച്ച് തിരിച്ചു വന്നാൽ ഞാൻ നിങ്ങളെ നമസ്കരിക്കാം. അവിടെ ഞങ്ങൾ അങ്ങനെ ഗുജറാത്തിൽ മേമ്പവാൽ മാധവാൻ ആശ്രമത്തിൽ സന്ധ്യാസമയം. ആരാണ്? പ്രഭാകരൻ നമ്പൂതിരി വന്നോ? ഞാൻ മാത്രമല്ല, ഞാനൊരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയിട്ടുണ്ട്. സ്വാമിയാണ്, കഷായാണ്. അത് നമ്മളവിടെ എത്തി. സമാധിയിൽ നമസ്കരിക്കാൻ പോയത്. അപ്പൊ സ്വാമി നോക്കി സമാധിയിൽ നമസ്കരിച്ചു. എന്താ പേര്? പേര് തൽക്കാലം ഞാൻ തന്നെ കണ്ടുപോയത്. അതെന്താ? അത് സ്വാമി രാമകൃഷ്ണദാസൻ. അത് മാറ്റോ? സ്വാമി ചിദാനന്ദനില്ല. ആയിക്കോട്ടെ, സ്വാമി ചിദാനന്ദ. അങ്ങനെ സ്വാമി ചിദാനന്ദ. അങ്ങനെ സ്വാമിയുടെ താമസിച്ചു കുറേ മാസങ്ങൾ, കൊല്ലങ്ങൾ. സ്വാമിജിക്ക് സന്യാസ ദീക്ഷ നൽകാനുള്ള ധ്യാനങ്ങളൊന്നും ചെയ്യാൻ അറിയാനിട്ടല്ല, പക്ഷെ താല്പര്യമില്ല. സ്വാമി ആർക്കും ദീക്ഷ കൊടുത്തില്ല. സ്വാമി പറഞ്ഞൊരു കാര്യം ചെയ്യും, താൻ സന്യസിക്കാനായി തനിക്ക് ഞാൻ 10 തരാം, കൈലാസാശ്രമം കിട്ടും. അങ്ങനെ സ്വാമി പറഞ്ഞയച്ചു കൈലാസാശ്രമം. കൈലാസാശ്രമത്തിൽ പോയി 10 കൊടുത്തു. മണ്ഡലേശ്വരൻ എല്ലാം നോക്കി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തൃപ്തിയായി. അങ്ങനെ സന്യാസ ദീക്ഷയുടെ ലിസ്റ്റിലേക്ക് പേര്. അങ്ങനെയാണ് സംസ്കാരം ചെയ്തതെന്ന് ഗുരുനാഥൻ, ശിക്ഷാ ഗുരുനാഥൻ. ഇത് 2 എന്നാൽ ഈ 2 ഉള്ളൂന്നാലും വിചാരിക്കുക. ഇത് സാമ്പ്രദായിക ദൃഷ്ടികൾ മാത്രമാണ്. കാരണം നേരത്തെ പറയാൻ ഇടക്കാരില്ല. സമ്പ്രദായം പറയുമ്പോൾ പ്രധാന ഗുരുക്കന്മാരൊക്കെ അവർക്കറിയാം. എന്നാൽ നമ്മുടെ ആന്തരിക വ്യക്തിത്വം ഈ സമ്പ്രദായത്തിലുള്ള മനസ്സിലാക്കാം. പക്ഷെ ലോകത്തിൽ ചിലാന്റെ പൊടി ആകുമ്പോൾ സമ്പ്രദായമുണ്ട്. വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സങ്കടമുള്ള ഒന്നുമില്ല. സന്തോഷമായിട്ട് ഒരുപാട് ഗുരുനാഥന്മാരുണ്ട്. ഈ സ്വപ്നം ആരാന്ന് പോലും അറിയാം. ആരാന്ന് പോലും ഡൽഹി നടത്താൻ പോകുമ്പോ ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ ബഹളത്തിന്റെ നടുക്ക് 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ പൊട്ടിപ്പൊളിഞ്ഞ സിമെന്റ് ബെഞ്ചിൽ ഒരു മഹാത്മാവിന്റെ കഷായ വസ്ത്രധാരി. അതിന് മുഖവും ഭാവവും കണ്ടാൽ ഏതോ ഏകാന്ത ഗുഹയിൽ അങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് അറിയാണ്ട് നമസ്കരിച്ചു.
അറിഞ്ഞാൽ ഒന്ന് നോക്കി ഒറ്റ വാക്കേ പറഞ്ഞു കർമ്മണ്യ അകർമ്മയ പശ്യേ അകർമ്മണി കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത ഇതിനോട് വന്നില്ല നമസ്കരിച്ചു ഞാൻ എത്ര അത് പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ ഒരുപാട് ഈ സാമ്പ്രദായിക ഭാഷ പറയുമ്പോഴാണ് ശിക്ഷാഗുരു ദീക്ഷാഗുരു പറഞ്ഞിട്ട് ഏതായാലും സന്തോഷം ഇനി ഭക്ഷണം കഴിച്ചു എന്താ 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 പറഞ്ഞ ധരിക്കാൻ പറ്റുമോ പറ്റുമോ ആചാര്യന്മാരും ആചാര്യന്മാരും എല്ലാവരും പറഞ്ഞു അമ്മയോടുള്ള കടമ ഒരിക്കലും മറക്കരുതെന്ന് പറഞ്ഞു. സന്യാസാശ്രമം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സന്യാസി ഒരിക്കലും അമ്മയെ അച്ഛനെ കാണില്ല. അവർക്ക് വേണ്ട കാര്യം കർമാന്തര ചടങ്ങുകളും ചെയ്യാൻ പറ്റുന്നു. അതെങ്ങനെയാണ് ആഗ്രഹിച്ചാൽ സന്യാസി ദീക്ഷ സ്വീകരിച്ച ശേഷം അമ്മയെയോ അച്ഛനെയോ കാണുന്നില്ല എന്നുള്ളത് തെറ്റാണ്. സന്യാസിക്ക് എല്ലാവരെയും കാണാം, എല്ലാവരെയും കാണാം. പക്ഷേ ആ പരിമിതമായ ദൃഷ്ടിയിൽ അത് കാണുന്നില്ല. എന്ന് നേരത്തെ പറഞ്ഞ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു വരാം. സമ്പ്രദായം അനുസരിച്ച് അമ്മ സന്യാസിയെ നമസ്കരിക്കാൻ പാടില്ല, അത് അനുവദിക്കാൻ പാടില്ല. ബാക്കിയായിട്ട് നമസ്കരിക്കാം, അച്ഛനെ നമസ്കരിക്കാൻ നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. അത് അമ്മയെ അങ്ങോട്ട് നമസ്കരിക്കാം, നമസ്കരിച്ചോളണമെന്നില്ല. അമ്മയെ സന്യാസിക്ക് നമസ്കരിക്കാം, നമസ്കരിച്ചോളണമെന്നില്ല, നമസ്കരിച്ചോളണമെന്നില്ല. അത് തിരിച്ചു വയ്ക്കാം. ഇത് ഏതെങ്കിലും ശാസ്ത്രത്തിൽ എഴുതിയതാണോ? ഇതാണ് സമ്പ്രദായം. പിതൃകർമ്മങ്ങൾ സന്യാസി ചെയ്യുന്നതല്ല. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ദേവകാര്യങ്ങളും ചെയ്യുന്നതല്ല. അതുകൊണ്ട് പൂജ, ഹോമം തുടങ്ങിയവയൊന്നും സന്യാസി ചെയ്യുന്നതല്ല. അപ്പൊ ഞാൻ പൂജിക്കുന്ന കണ്ടല്ലോ, ഹോമിക്കുന്ന കണ്ടല്ലോ, ശിഷ്യ ശിക്ഷണാർത്ഥമോ മറ്റോ അയാൾ ചെയ്തെന്ന് പറയാം, സ്വന്തം സാധന എഴുതി. എന്നാൽ പരമഹംസ ദീക്ഷാ സന്ദർഭത്തിൽ ദണ്ഡ് പരിത്യജിക്കാത്തവർ ദണ്ഡിനെ സാക്ഷിയാക്കിയിട്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യുക. അതുകൊണ്ട് പരമഹംസ ദീക്ഷയിൽ യജ്ഞോപവീതത്തോടും ശിക്ഷയോടും ഒപ്പം ദണ്ഡത്തെ പരിത്യജിക്കുന്ന കൃതികളുണ്ട്. അങ്ങനെ ദണ്ഡം പരിത്യജിച്ചവര് പിന്നെ വൈദിക പൂജകള്, ഹോമങ്ങള് ഇത്യാദി ഒന്നും തന്നെ ചെയ്യില്ല എന്നുള്ളതാണ് അതിന് നിയമവും സമ്പ്രദായം. ശരി, സന്തോഷം. ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.